പറയളിയ പറ. അളിയനെ അടിച്ചോ? അളി എന്തോ പറഞ്ഞോണ്ടിരുന്നല്ലേ, പറ ഉറക്കെ പറ, കേൾക്കാൻ നല്ല രസമുണ്ട്. ശ്രീകുട്ട എന്ത്? ഒന്നുമില്ല. എന്ത് ഒന്നുമില്ല ചേച്ചി. വല്ലാത്ത പോലെ. ഇല്ല, എന്റെ അളിയനെ അളി ഇതുവരെയും എന്റെ ചേച്ചി എടുത്ത് കള്ളം, ചേച്ചി എടുത്ത് മാത്രമല്ല നമ്മളെടുത്ത് ആടുത്തും കള്ളമേ അളിയെ പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ചേച്ചിയുടെ കയ്യിൽ നിന്ന് 5 പൈസ എടുത്തിട്ടില്ല. എന്റെ ഈ അളിയെ 5 പൈസ എടുത്തിട്ടില്ല. പൈസ ഇത് ചേച്ചിയുടെ, എന്റെ ചേച്ചിയുടെ ചെലവിലല്ല. പിന്നെ മാമേ അളി എന്റെ അമ്മ ചേച്ചിയുണ്ട്, അതായത് എന്റെ അച്ഛൻ, എന്റെ അച്ഛനെ ഉണ്ടല്ല അബ്ബായി അച്ഛാന്ന് വിളിക്കൂല, വിളിച്ചായി. ഇതുപോലെ ഒരു അളിയെ എനിക്ക് കിട്ടിയത്, ഇതുപോലെ ഒരു അളിയെ എനിക്ക് കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലേ മക്കളെ? അല്ലേ? ഇനിയുണ്ട് പറയാൻ വേണ്ടിട്ട്. എന്റെ ചേച്ചിയുടെ ഒന്നും ATM കാർഡ് അടിച്ചു മാറ്റിയിട്ടില്ല. അല്ലേ അളിയ? എവിടെ ഒന്ന് അടിച്ചു മാറ്റാൻ ശ്രീധരൻ ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ തറവാട് വീടിന്റെ ഷെയർ അതൊന്നും അളിയനൊന്നും വേണ്ട. അളിയൻ എന്തിനാണ് ഇതൊക്കെ? അല്ലേ അളിയ? പിന്നെ ഇതൊന്നും അല്ല ബോസണ്ണ, ഞാൻ പ്രായപൂർത്തിയായ ആണല്ലേ. ഞാൻ എൻ്റെ കഷ്ടപ്പെട്ട് ഗൾഫിലൊക്കെ പോയി അവിടെ നിന്ന് ഒരു പെണ്ണൊക്കെ കെട്ടി ഇവിടെ വന്ന് എൻ്റെ അളിയൻ്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ റൂമിലോട്ട് ഞാൻ കയറി വന്നത്. അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയാണ്, നീ കുറച്ച് മാറിയിരിക്കുക എൻ്റെ അടുത്ത്. ഞാൻ അവിടെ ഇരുന്ന് എന്ത് കുഴപ്പം? അല്ല, ഞാൻ അവിടെ ഇരുന്ന എന്താണ് കുഴപ്പം? എന്താണ്? ഒരു കുഴപ്പമില്ല. എൻ്റെ ചേച്ചിയുടെ മാല, എൻ്റെ പൊന്നുമക്കളെ, ഇതിൻ്റെ ഇവളെ മാല പണയം വെച്ചു ഞാനാണ് എടുത്തു കൊടുത്തത്. എൻ്റെ കയ്യിലെ പൈസ കൊടുത്ത് ചേച്ചിയുടെ കയ്യിൽ കൊടുപ്പിച്ച് എടുപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവല്ലോ. നിങ്ങളല്ലാതെ ഇവിടെ ആരെങ്കിലും ഇങ്ങനെ കയറ്റുമോ? ഇങ്ങനെ കയറ്റി സൽക്കരിക്കുമോ? ഇതുപോലൊരു വീട് പണിഞ്ഞു വെച്ചിട്ട് കാറ്റ് നടക്കുമോ ഈ വീട്ടിൻ്റെ അകത്ത്? ഉണ്ടാ? അങ്ങനെ വിളിച്ച് സൽക്കരിക്കാൻ വേണ്ടിയിട്ടിരിക്കണം. ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞു കൊടുത്തു, വീട്ടുകാരുടെ എല്ലാം പറഞ്ഞു കൊടുത്തോ? വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ അടിച്ചാ വെളിവില്ല, വെറുതെ വിളിച്ച് പറയും. അടിച്ചാ വെളിവില്ലാത്തത് നിങ്ങൾക്കാണ്. തനിക്കല്ലോ വെളിവില്ലാത്തത്. തന്നെ കൂടെ അവിടെ ഇരുന്ന് തനിക്കൊന്ന് ഉരുൾ പോകൂ. മാത്രം വീട്ടിൽ വന്ന് അളിയാന്ന് വിളിച്ച് എന്റെ പറയുകയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ട് ചുമ്മാ നമ്മള് വേറെ ആരുണ്ട്, സൂപ്പർവൈസർ വന്നു. മണലൂറ്റിരിക്കലല്ലോ അതിന്റെ പണി. ഒരു മിക്സി നന്നായി അറിയാമോ? ഒരു റേഡിയോ ഇട്ടിങ്ങനെ കുണാന്നായിക്കൊണ്ടിരിക്കും, തിരിക്കും. അപ്പൊ അപ്പുറത്ത് നിന്ന് പുക വരും. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ഇറങ്ങി ഓടയാണ് വീട്ടിന്റെ വെളിയിൽ. വീട്ടിലൊന്നും ഇരിക്കാൻ സമ്മതിക്കില്ല. കയറി അയൺ ബോക്സിങ് നന്നാക്കാൻ വേണ്ടി അറിയണം. അമ്മ എഴുന്നിട്ട് ഞാൻ സത്യം പറഞ്ഞ എവിടെ നിന്ന് പോകാത്ത എന്താണെന്ന് അറിയോ? എൻ്റെ ചേച്ചിയുടെ അടുത്ത് നിന്ന് പോകാതെ നിൽക്കണത്. എൻ്റെ ചേച്ചിയെ ശല്യപ്പെടുത്തി ഇയാള് ഉപദ്രവിക്കുന്ന ആളാണ്. ഞാൻ പുറകെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടെന്ന് അറിയാം. എൻ്റെ ചേച്ചി നോക്കണം. കഴിഞ്ഞ ദിവസം കയറി മുറിക്കാത്തിട്ട് റൂം അടച്ചിട്ട് ചേച്ചിയെ കുരവള്ളി കയറി പിടിച്ചിട്ട് പുട്ട തെറി ഓർമ്മട്ടോ പോയിരിക്കും. എന്നിട്ട് നല്ല ആളാവുണ്ട്. ഇനി പറയട്ടെ, ഞാൻ ഇനി പറയും. ആ കാര്യം ഞാൻ പറയട്ടാ, മറ്റേ ഞാൻ പറയട്ടാ. ഇങ്ങനെ ഉണ്ടല്ലോ, അത് മോശണ്ട. നിങ്ങൾ നോയിക്കോണം. ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ പറയും. മക്കളെ നിങ്ങൾ ഒന്നും വിചാരിക്കില്ല. എന്റെ മാമൻ ഇതുവരെ എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ കേട്ടോളൂ. എന്താണ് കാര്യം? പറയാന്ന് പറഞ്ഞ കാര്യം അത് പറഞ്ഞ ഞാൻ തോന്നിച്ചാണ്ട് വരും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.